എല്ലാ ഹെയർ ട്രാൻസ്പ്ലാന്റ് സെൻ്ററുകളും ഒരുപോലെയാണോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, അവർ ഇഷ്ടം കൊണ്ടാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ മേലിലുള്ള ട്രസ്റ്റ് കൊണ്ടാണ് ചോദിക്കുന്നത്. ബ്രോ, ഇന്നൊരു ക്ലിനിക്കിൽ ഇത്രയും പ്രൈസിന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ പോയി ചെയ്യട്ടെ, ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ടല്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന ക്ലിനിക്കുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ ആ ക്ലിനിക്കിൽ ആരാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് എങ്ങനെ തരുന്നത്, ഇൻസ്ട്രക്ഷൻസൊക്കെ കറക്റ്റായിട്ടാണോ തരുന്നത് എന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ആ റീപ്ലൈ തരാത്തത്. ഇപ്പോൾ ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട്, കൊച്ചിയിൽ ഇന്ന ക്ലിനിക്ക് ഉണ്ടല്ലോ, തുർക്കിയിൽ ഇന്ന ക്ലിനിക്ക് ഉണ്ടല്ലോ, അവിടെ പോയി ചെയ്താലോ എന്നുള്ളത്. ചോദിക്കുന്നതിൻ്റെ കാരണം എന്നിലുള്ള ട്രസ്റ്റാണ്. നിങ്ങൾ കാരണം എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരുവിധം നല്ല ഐഡിയ തരും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാത്തൊരു കാര്യം എനിക്ക് ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഹെയർ ട്രാൻസ്പ്ലാന്റ് സെൻറ്ററും ഒരുപോലെയല്ല. ഇപ്പം ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ ക്ലിനിക്കാണ് ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ടോപ്പാണ് ഞങ്ങൾ. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് നല്ല റിസൾട്ട് കൊടുക്കുന്ന ക്ലിനിക്കുകളിൽ ഒരു ക്ലിനിക്ക് ഞങ്ങളുടെ ക്ലിനിക്കും ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഞങ്ങൾ മാത്രമാണ് നല്ല ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം ഒരുപാട് ആളുകൾ, സെലിബ്രിറ്റികളൊക്കെ ഒരുപാട് നല്ല ക്ലിനിക്ക് ചെയ്ത റിസൾട്ട് കിട്ടിയതും ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഹെയർ ട്രാൻസ്പ്ലാന്റ് നമ്മളിൽ മാത്രം ഒതുങ്ങിക്കുന്ന ഒരു കാര്യം അല്ല. എന്നാൽ കൂടി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ എക്സ്ട്രീം പെർഫെക്ഷനിൽ ആണ് എന്നുള്ളതാണ് നമ്മളുടെ ഗ്യാരണ്ടി. എന്ന് വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റ് രീതികളിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ മെത്തേഡ്, ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീം വേർഷനിൽ തന്നെയാണ് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് കുറഞ്ഞ പ്രൈസിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് കിട്ടുന്നത് എന്നുള്ളതിന് കാര്യം, പുതിയ ക്ലിനിക്കുകൾ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ആളുകൾ പുതിയ ക്ലിനിക്കാകുമ്പോൾ അവർ ഓഫർ കൊടുക്കും ആളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പൊതുവെ മാർക്കറ്റിൽ പ്രൈസിൻ്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും പ്രൈസ് നോക്കുന്നവരാണ് നമ്മൾ മലയാളീസ്. സോ പ്രൈസിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടാണ് പലരും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഇന്നും എനിക്ക് ഡെയിലി വരുന്നത് മറ്റുള്ള ക്ലിനിക്കിൽ നിന്നും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് റിസൾട്ട് മോശമായിട്ട് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ നല്ല റിസൾട്ട് കിട്ടിയ ആളുകളുമുണ്ട്. ഞാൻ ഇന്ന ക്ലിനിക്കിൽ നിന്നാണ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, അങ്ങനെ വരുന്ന ആളുകളുമുണ്ട്. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും രണ്ടും സൈഡും പറയണമല്ലോ. സോ രണ്ട് രീതിയിലുള്ള ആളുകളും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ക്ലിനിക്കും ഒരുപോലെയല്ല. കാരണം ചെയ്യുന്ന രീതി, ചെയ്യുന്നതിൻ്റെ ഫോളോ അപ്പ്, ഞങ്ങൾ പറയുന്നത് ഒരു ഹെയറിന് ഞങ്ങളൊരു ഡയമണ്ട് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു ഹെയർ ഗ്രാഫ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അതൊരു ഈക്വൽ ടു എ ഡയമണ്ട്. അത്രയും ശ്രദ്ധയോടെയാണ് ഞങ്ങൾ ഓരോ ഗ്രാഫ്റ്റും വെക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ക്വാളിറ്റി. പിന്നെ നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്ന രീതി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.